നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രയിൽ ഗവർണറുടെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും സിആർപിഎഫിന്റെ സുരക്ഷാ വാഹനമുണ്ടെങ്കിലും എസ്എഫ്ഐ കരിങ്കോടി പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ വാഹനത്തിനടുത്തെത്താതെ ആയിരിക്കും പ്രതിഷേധം നടത്തുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കഴിഞ്ഞ ദിവസവും കരിങ്കോടി പ്രതിഷേധം നടന്നിരുന്നു. കൊച്ചി കളമശ്ശേരിയിൽ എസ്എഫ്ഐ പ്രവർത്തകരാണ് കരിങ്കോടി കാണിച്ചത്. റോഡരികിൽ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ കാണിച്ചായിരുന്നു പ്രതിഷേധം. സർവകലാശാലകളിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള എസ്എഫ്ഐ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. സിആർപിഎഫ് സുരക്ഷയുള്ളതുകൊണ്ട് തന്നെ മതിയായ മുൻകരുതലെടുത്തായിരുന്നു പ്രതിഷേധം. ഗവർണർക്കെതിരായ സമരത്തിൽ പഴയ വീറും വാശിയും ഇപ്പോൾ എസ്എഫ്ഐക്കില്ല. സിആർപിഎഫ് വന്നതോടെയാണ് ഈ പിന്മാറ്റം. തല്ലുകൊള്ളുമെന്ന ഭയം കുട്ടിസഖാക്കൾക്ക് വന്നിട്ടുണ്ട്. മുൻപ് ഗവർണർക്ക് കേരള പോലീസിന്റെ സുരക്ഷയിലായിരുന്നപ്പോൾ വലിയ സമരമാണ് എസ്എഫ്ഐ നടത്തിയത്. ഗവർണറുടെ കാറിനടുത്തെത്തി പ്രതിഷേധിക്കുകയും കാറ് തടയുകയും കാറിൽ അടിക്കുകയും കയ്യിൽ കിട്ടിയാൽ ഗവർണറെ തല്ലും എന്ന രീതിക്കായിരുന്നു പ്രതിഷേധം. ആരിഫ് ഖാനും വിട്ടുകൊടുത്തില്ല. കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയാണ് ഗവർണറും പുറത്തെടുത്തത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രസേന വന്നതോടെ ഇനി ആരിഫ് ഖാന് കാറിന് പുറത്തിറങ്ങേണ്ടി വരില്ല. കുട്ടി സഖാക്കൾ കാറിനടുത്തെത്തി പ്രതിഷേധിച്ചാൽ അവരുടെ കാര്യം പോക്കാണ്. കേരള പോലീസിനെ പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയോ എടുത്തുകൊണ്ടുപോയി താരാട്ട് പാടുകയോ ചെയ്യില്ല. പുറം പൊളിയുന്ന അടി കിട്ടും. ആ പേടി ഉള്ളതുകൊണ്ടാണ് എസ്എഫ്ഐക്കാർ കാറിനടുത്തെത്തിയുള്ള സമരമുറ ഉപേക്ഷിച്ചത്. എന്നിട്ടും കുട്ടി സഖാക്കളുടെ ഗീർവാണത്തിന് കുറവില്ല. Z+ അല്ല, ഏത് സുരക്ഷ കൊണ്ടുവന്നാലും പ്രതിഷേധിക്കുമെന്നും കേരളത്തെ കാവ്യവൽക്കരിക്കാൻ ഗവർണറെ അനുവദിക്കില്ലെന്നും എസ്എഫ്ഐ നേതൃത്വം പറഞ്ഞു. ഏതായാലും കേന്ദ്രസേന വന്നതോടെ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ പൊടി പോലും കാണാനില്ലെന്ന പരിഹാസം വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് എസ്എഫ്ഐ. മുന്നിലും പിന്നിലും സിആർപിഎഫ് വാഹനം ഗവർണർക്ക് സുരക്ഷ ഒരുക്കും. ഇതിനൊപ്പം പോലീസിനും നിർണായക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. രാജ്ഭവനിൽ ചേർന്ന സിആർപിഎഫിന്റെയും കേരള പോലീസിന്റെയും ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ബാക്കി സുരക്ഷാ പദ്ധതി സിആർപിഎഫും സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘവും ചേർന്ന് തീരുമാനിക്കും. കേരള പോലീസിന്റെയും സിആർപിഎഫിന്റെയും സംയുക്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുക. ഗവർണറുടെ ചുറ്റും ഏറ്റവും അടുത്തുള്ള മേഖലയിലെ സുരക്ഷയാണ് സിആർപിഎഫിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. യാത്രാ റൂട്ട്, പൈലറ്റ് വാഹനം, യോഗസ്ഥലത്തെ സുരക്ഷ എന്നിവയൊക്കെ കേരള പോലീസിന്റെ ചുമതലയായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രമേ സിആർപിഎഫ് ഇടപെടൂ. എന്നാൽ പ്രതിഷേധം അതിരുകടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം മാറി മറിയും. സിആർപിഎഫ് സമ്പൂർണ്ണ സുരക്ഷ ഭാവിയിൽ ഏറ്റെടുക്കാനും സാധ്യത ഏറെയാണ്.